അതിഷി മർലേനെ ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് ഈവനിംഗ്. ഒരു വനിതാ മുഖ്യമന്ത്രി വേഴ്സസ് വനിതാ പ്രതിപക്ഷ നേതാവ്. ഇനി ഡൽഹിയുടെ രാഷ്ട്രീയം ഈ പറയുന്നത് പോലെ വനിതാ കരങ്ങളിലായിരിക്കുമല്ലോ, ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും. വിവരങ്ങൾ. ക്രിസ്റ്റീന, തീർച്ചയായും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനാണ് ഇത്തവണ ഡൽഹി നിയമസഭയിൽ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് അതിഷിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. ഈ ഒറ്റക്കെട്ടായാണ് ഈ യോഗത്തിൽ തീരുമാനം എടുത്തത് എന്നാണ് യോഗത്തിന് ശേഷം ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഈ തീരുമാനത്തിന് ശേഷം അതിഷിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഒരു ആദ്യമായി ഡൽഹി നിയമസഭയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നതിനോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളാകുന്ന ആദ്യ ഒരു നിയമസഭയായി ഡൽഹി മാറുന്നു എന്ന അപൂർവ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിപക്ഷമായി താൻ ഉണ്ടാകുമെന്നും ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നുമാണ് അതിഷി ഈ തീരുമാനത്തിന് ശേഷം, യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത്. സർക്കാർ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റെങ്കിൽ പോലും സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ ശക്തമായ സമരവുമായി തെരുവിൽ ഇറങ്ങാൻ ഉള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ക്രിസ്റ്റീന. ശരി, അങ്ങനെ അത്യപൂർവ കാഴ്ചയിലേക്കാണ് ഡൽഹി നീങ്ങുന്നത്. രണ്ട് വനിതകളാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഒപ്പം മുഖ്യമന്ത്രിയായും എത്തുന്നത്.